ഹലോ, നല്ല മഴയുള്ള ഈ ദിവസം രാവിലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജക്കാർത്ത ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മൾ പോകാൻ പോകുന്നത് ഹോങ്കോങ്ങിലേക്കാണ്. നമ്മൾക്ക് ജക്കാർത്തയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റാണ് ഹോങ്കോങ്ങിലേക്ക്. നമ്മുടെ ഫ്ലൈറ്റ് കിടക്കുന്നു, എയർ ഏഷ്യ. നമ്മൾ ബോർഡ് ചെയ്തു. നമ്മുടെ ഫ്ലൈറ്റ് മഴയൊക്കെ നനഞ്ഞ് ടേക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ലാൻഡിങ്ങിന് റെഡിയായി. താഴെ നിങ്ങൾക്കൊരു ബ്രിഡ്ജൊക്കെ കാണത്തില്ലേ, ഒക്കെ ഹോങ്കോങ്ങിലെയാണ് കേട്ടോ. നമ്മൾ ലാൻഡ് ചെയ്തു. വെൽക്കം ടു ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ, നമുക്കിനി ഇവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ തീർത്ത് പുറത്തിറങ്ങാം. നമ്മൾ വന്നത് ക്രിസ്മസ് ടൈമിലായിരുന്നുകൊണ്ട് എല്ലായിടത്തും ഫുള്ളൊരു ക്രിസ്മസ് ഡെക്കറേഷൻ ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. നമ്മൾക്ക് ഇന്ത്യൻസിന് ഹോങ്കോങ് വിസ ഫ്രീ ആണ്. ഒരു പെർമിഷൻ ഫോം മാത്രം ഫില്ല് ചെയ്താൽ മതി. നമ്മളിതേ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് അപ്പോഴത്തേന് ഏകദേശം ഈവനിങ് ആയി. നമ്മൾ വിക്ടോറിയ ഹാർബറിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വിക്ടോറിയ ഹാർബറിലെ ഒരു ലേസർ ഷോ ഉണ്ട്, പിന്നെ അവന്യൂ ഓഫ് സ്റ്റാർസ് കാണണം. ഇങ്ങനത്തെ കുറച്ചെണ്ണമാണ് ഇന്നത്തെ അജണ്ട. നമുക്ക് വിക്ടോറിയ ഹാർബറിലേക്ക് പോവാം. ഇതാണ് വിക്ടോറിയ ഹാർബറിൻ്റെ നൈറ്റ് വ്യൂ. ഇവിടുന്ന് നമ്മൾക്കൊരു ക്രൂയിസിൽ പോകാനുണ്ട്. പ്ലസ് നമുക്ക് ഒരു ലൈറ്റ് ഷോ കാണാനുണ്ട്. ലൈറ്റ് ഷോ ലേസർ ഷോ അത് കാണാനുണ്ട്. ഇപ്പോൾ നമുക്ക് അവന്യൂ ഓഫ് സ്റ്റാർസ് കാണാം. ഈ നല്ല ലൈറ്റൊക്കെ ഇട്ട് വരുന്ന ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള ഷിപ്പ്. നമുക്ക് ഷിപ്പിൽ കയറാം. നമ്മളിത് നമ്മുടെ ഷിപ്പിൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് ഷിപ്പിൻ്റെ ഉള്ളിലെ ഭാഗം. ഇവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്കും കുറച്ച് കുക്കീസും ഒക്കെ തരുന്നുണ്ട്.
നമ്മുടെ ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങി. ഏകദേശം ഒരു 20 മിനിറ്റ് അങ്ങോട്ടും 20 മിനിറ്റ് ഇങ്ങോട്ടുമാണ് നമുക്ക് യാത്രയുള്ളത്. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ ബോട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ലേസർ ഷോയും കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ഈ യാത്രയ്ക്ക്. പ്രശ്നം നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്, നല്ല കിടുകിടാന്ന് വരയ്ക്കുന്ന തണുപ്പാണ്. പിന്നെ ഈ ക്രൂയിസിൻ്റെ റേറ്റ് ഒരിത്തിരി കൂടുതലാണ്. ഒരാൾക്കൊരു 8,000 സംതിങ് അത്ര ആവുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് ഒരു പ്രശ്നം. പിന്നെ നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻസൊക്കെ കാണണമല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടാവും. ഷോ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടുന്ന് പയ്യെ റൂമിലേക്ക് പോകും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, നെക്സ്റ്റ് ഹോങ്കോങ് വീഡിയോയിൽ കാണാം. ബൈ.